ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേഴ്സണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഗൈസ്. യുണീക്ക് ആവുന്നതിൻ്റെ മോശം വശങ്ങളും പോസിറ്റീവായ വശങ്ങളും എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം. നമ്മൾ ഞാനൊക്കെ ചെറുപ്പം മുതലേ അനുഭവിച്ചൊരു കാര്യമായിരുന്നു. നമ്മളൊരു ക്രൗഡിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വൈബുള്ള ഒരാളാണ് എന്ന ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കുകയാണെന്ന് വിചാരിക്കുക. ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഒരു ബോൾ എനിക്ക് പാസ് ചെയ്തിട്ട് കിട്ടുകയാണെന്ന് വിചാരിക്കുക. ഒരാൾ എനിക്ക് ബോൾ പാസ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഗോൾ അടിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വിചാരിക്കുക എന്താ വെച്ചാൽ എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ആ ബോൾ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടീം ജയിക്കുക എന്നൊരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു സംഗതിയായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അവന് ആ ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അവന് കിട്ടുന്നൊരു സന്തോഷം, അതുപോലെ നമ്മളത് പാസ് ചെയ്ത് കൊടുത്തു എന്നൊരു സംഗതി ഉണ്ടല്ലോ അത്. പക്ഷെ മറിച്ച് ഞാൻ തന്നെ അത് അടിക്കുകയാണെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾ ആവൂല എന്നൊന്നുമില്ല. പക്ഷേ സംഭവം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചത് ഞാൻ അടിക്കണ്ട എന്നൊരു സംഗതിയായിരിക്കും, അല്ലെങ്കിൽ പാസ് ചെയ്ത് കൊടുക്കാം എന്നൊരു സംഗതിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മോശം സാധനമായിട്ടും പോസിറ്റീവായിട്ടും ഉള്ള ഒരു സംഗതി ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഒന്നാമത് കോൺഫിഡൻസ് കുറവായിരിക്കും. ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ കയറുമല്ലേ എന്നുള്ളൊരു സംഗതി ആയിരിക്കും. വേറൊരു സംഗതി എന്താ വെച്ചാൽ അത് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം സംഭവമായിരിക്കും. അപ്പോഴും ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ മുകളിൽ വേറൊരു ചിന്തയും കൂടി വരുമ്പോൾ അയാൾ സന്തോഷിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു അഹങ്കാരം ഒരു പക്ഷേ ഉണ്ടായിരിക്കും. കാരണം ഞാനൊരു പ്രൊവൈഡറാണ് എന്നുള്ളതിൽ. കാരണം ഞാൻ ബോൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഈഗോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ അടിച്ച ഗോളായിട്ടില്ലെങ്കിൽ അത് എനിക്കെന്താ പറയുക, അയ്യോ അതൊരു മോശം പോലെ എനിക്കൊരു കോംപ്ലക്സ് അടിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് പലപ്പോഴും അങ്ങനെയാണ് ചെറുപ്പത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഒരു എന്നേക്കാൾ ഉയരം കുറഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ എന്നേക്കാൾ കുറച്ച് കണ്ടാൽ ദുർബലൻ ഫിസിക്കലി എന്ന് തോന്നുന്ന ഒരാൾ ബാറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ഫാസ്റ്റ് ബോൾ ചെയ്യാൻ തോന്നില്ല ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലൈനും ലെങ്ത്തും പിച്ചും ഒക്കെ നോക്കിയിട്ട് അയാളുടെ ശരീരത്തിൽ കൊള്ളാത്ത രീതിയിൽ എന്നാൽ സ്റ്റെമ്പിൽ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു സംഗതി. അതേപോലെ തന്നെ ഒരാൾ എന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് തെറി വിളിക്കില്ല, അത് കേട്ടുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ അയാൾ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് നമ്മളെ തെറി വിളിച്ചതായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഉണ്ടായിരിക്കാം. അപ്പോൾ അയാളോട് ഇപ്പോൾ തിരിച്ച് തെറി വിളിക്കുകയല്ല വേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ അയാളോടൊരു എമ്പതി കാണിക്കുക. അപ്പോൾ പിന്നീട് അയാൾ വേറൊരാളെ തെറി വിളിക്കണില്ലായിരിക്കും ഇങ്ങനെയാണ്. പക്ഷെ അതൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ടീമിൽ എന്നെ സെലക്ട് ചെയ്യുന്ന സമയത്ത് വേറൊരാൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടി ഞാൻ മാറി നിൽക്കും. പക്ഷേ ഇതേ ആൾ പിന്നെ എന്താ വെച്ചാൽ നമ്മളെ കുറ്റപ്പെടുത്തും. ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് വിചാരിക്കുക. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ടീം ഇടുന്ന സമയത്ത് വേറൊരു പ്ലെയറെ നമ്മൾ ഓപ്പണറായിട്ട് ഇറക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും വടം വലിക്കാനൊക്കെ താല്പര്യമുള്ള ഇഷ്ടമുള്ള അത്യാവശ്യം കാലിബറുള്ള ഒരാളാണ്. അത്യാവശ്യം നന്നായിട്ട് കളിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിച്ചിരുന്നു അങ്ങനെ പറയാം. ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വടംവലിയിലാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ക്രിക്കറ്റിൻ്റെ ഇതിൽ ഓപ്പണറായിട്ട് ഞാൻ ഒരാൾക്ക് അവസരം കൊടുത്തു വിചാരിക്കും. അയാൾ 5 ബോളും ആദ്യത്തെ 5 ബോളും അയാൾ അവിടെ നിന്ന് കളിച്ചിട്ട് ചിലപ്പോൾ 5 ബോളും വിട്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇയാൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ലാസ്റ്റ് ബോൾ 6ാമത്തെ ബോൾ സിംഗിൾ എടുത്ത് ഓടും. അപ്പോൾ ഞാൻ ആരായി? ശശിയായി. ഓക്കെ, അത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു സംഗതിയായിരിക്കും പലപ്പോഴും അയാൾ. അതേപോലെ തന്നെ ഞാനൊരു ക്യാപ്റ്റനായിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് ആ ഒരു ലെവലിലേക്ക് അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ കളി കൂടി കളിക്കാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അവരെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത തെറ്റുകളൊക്കെ മറന്നു വെച്ചിട്ട്, അല്ലെങ്കിൽ അയാൾ അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ച് നമ്മൾ കാരണം കൊണ്ടാണ് ടീം തോറ്റത് അല്ലെങ്കിൽ അങ്ങനൊരു സംഗതി ഇടും. നമുക്ക് ചിലപ്പോൾ ബാറ്റിങ് കിട്ടിയത് ആകെ 3 ബോളൊക്കെ ആയിരിക്കും, അയാൾ 2-3 ഓവറൊക്കെ ഒന്നുണ്ടായിരിക്കും. എന്നിട്ട് ആകെ എടുത്തുണ്ടാവുക ചിലപ്പോൾ ഒരു 5 റണ്ണോ 6 റണ്ണൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളൊരു 3 ബോൾ എന്നിട്ട് അതിലൊരു 3 റൺ എടുത്തിട്ട് അതിൽ വിചാരിക്കും അവൻ 3 റണ്ണ് എടുത്തുള്ളൂ എന്നൊരു സംഗതിയായിരിക്കും. ഓക്കെ, ഇങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വിഷമാവും. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ അപ്പോഴും നമ്മളെന്താ വെച്ചാൽ ഞാൻ ആലോചിച്ചു എന്താ പറയുക, ഒരു എമ്പതിയോ പീപ്പിൾ പ്ലീസിങ്ങോ അങ്ങനെ എന്തൊക്കെയുള്ള ഒരു സംഗതിയായിട്ട് അത് ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ വളർന്നു വന്ന ഒരു അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് നോ പറയാൻ പ്രശ്നമുള്ള, അല്ലെങ്കിൽ ഒരാളോട് കച്ചറ കൂടാൻ എൻ്റെ ഭാഗത്ത് ശരിയാണെങ്കിലും കച്ചറ കൂടാൻ ഒരു എന്താ പറയുക ധൈര്യമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ തോന്നാത്ത ഒരാൾ ലെവലിലാണ്. എനിക്ക് പിന്നെ ഇത് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ കവിതകൾ എഴുതി തുടങ്ങുന്ന സമയത്ത്, കഥകളൊക്കെ എഴുതുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനം വന്നിരുന്നു. അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ
എന്തുകൊണ്ടാണ് ഒരു കഥാപാത്രം ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അതിൻ്റെ ബാക്കിലുള്ള ഒരു റീസൺ, ലോജിക്ക് എന്തായിരിക്കും, അയാളുടെ ഒരു സൈക്കോളജി എന്തായിരിക്കും, അങ്ങനെയൊക്കെ സംഗതി. അപ്പോൾ എനിക്ക് സൈക്കോളജിയിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ പലപ്പോഴും ഞാൻ എഴുതുന്ന കണ്ടിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതൊരു ഭയങ്കര ഡെപ്ത്തുള്ള സാധനങ്ങളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. എന്നോട് ഒരു കവി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാനൊരു 10-24 വയസ്സ് ഉള്ള സമയത്ത് എൻ്റെ എഴുത്തുകൾ കണ്ടിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, 25 വയസ്സുള്ളെങ്കിൽ എനിക്കൊരു 40-45 വയസ്സിൻ്റെ പക്വത ഉണ്ട്, പക്ഷെ ഇത് അപകടമാണ് എന്നൊരു സംഗതി. വേറൊരു ടീച്ചർ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ ഒരു 10-25 വയസ്സുള്ള സമയത്ത് പഠിക്കാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞത്, ഞാനൊക്കെ ഡൗൺ ആവുന്ന സമയത്തും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന സമയത്തും ഒക്കെ പലപ്പോഴും ഒരു ക്യൂലൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് തിരക്കുകളൊക്കെ വരുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ മാറി നിൽക്കും, എന്നാൽ അവരാണ്ട് പോട്ടെ നമ്മൾ ബാക്കിൽ നിൽക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് ബാക്കിലായി പോകും. അതേപോലെ ഒരു ആപ്പിൾ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്, 1 കിലോ ആപ്പിൾ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ അവസാനത്തെ ആപ്പിൾ വെയിറ്റ് റെഡി ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിച്ചത്തരം കാണിച്ച് നമ്മളെ പറ്റിക്കാൻ നോക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആപ്പിൾ അവിടെ വെച്ചിട്ട് കുഴപ്പമില്ല ലെവലിൽ ഉള്ളത് വാങ്ങിയിട്ട് പോകും. എനിക്ക് ബാംഗ്ലൂർ പോയപ്പോൾ സംഭവിച്ച ഒരു കാര്യം പറയട്ടെ ഗൈസ്. അതായത് അവിടെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടേ നല്ല തിരക്കാണ് കടയിൽ. അപ്പോൾ ഞാൻ മൂപ്പരോട് ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തിട്ടാണ്ട് പോയി. അപ്പോൾ എൻ്റെ മൈൻഡിലുള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അയാളത് റീചാർജ് ചെയ്യുന്നുള്ളായിരുന്നു. പക്ഷെ ആൾ റീചാർജ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയില്ല, ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ഭയങ്കര പ്രശ്നമായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഒരു പോയറ്റിക്കായ സെൻസിലോ അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവരും ഭയങ്കര നന്മയുള്ളവരാണ്, എല്ലാവരും അടിപൊളിയാണ്, എല്ലാവരും പാവങ്ങളാണെന്നുള്ള രീതിയിൽ തോന്നുന്നു. പക്ഷേ എനിക്കത് അങ്ങനെയല്ല പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ചെറുപ്പം മുതൽ വായിച്ചു വരുന്ന എനിക്ക് ഇഷ്ടമുള്ള പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന എഴുത്തുകാർ പറയാം ബഷീറൊക്കെയാണ്, വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ അല്ലേ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നമ്മളായിട്ട് നിൽക്കുക, നമ്മളെ ആളുകളെ സ്നേഹിക്കുക, തിരിച്ചും ആളുകളെ സ്നേഹിക്കും. അതുപോലെ ആളുകൾക്ക് പിന്നെ വേറൊരു കാര്യമുള്ളത്, ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെന്നോട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നോട് സംസാരിക്കും, ഞാനതിങ്ങനെ കേൾക്കും. അപ്പോൾ കേൾക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ അവരുടെ പ്രശ്നം എൻ്റെ പ്രശ്നമായിട്ട് എടുക്കും. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം ഒരുപക്ഷെ ഇതായിരിക്കും, കേൾക്കാൻ ആളില്ലാത്ത വിഷയമായിരിക്കും, എപ്പോഴാണ് വിളിച്ചോ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു വിഷയം വരുമ്പോൾ ഇവർ കേൾക്കലില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവും. ഞാൻ കുറ്റപ്പെടുത്തലൊന്നുമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവും. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ കേൾക്കാൻ ആരും ഇല്ലല്ലോ എന്നൊരു സംഗതി. പിന്നെ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് പേഴ്സണലി നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായിരുന്നു വെച്ചാൽ അവർ ഹാപ്പി ആയി പോകുമ്പോൾ പിന്നെ അവർക്ക് നമ്മളെ വേണ്ട. അപ്പോൾ നമ്മൾ ഒരാളെ ഹാപ്പി ആക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളാണോ? എനിക്ക് വളരെ പോസിറ്റീവായിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് നേരിട്ട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നീ വളരെ യുണീക്കാണ്, നിന്നോട് സംസാരിക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ. പക്ഷേ ഞാൻ എൻ്റെ കോൺഫിഡൻസ് പോയിക്കുന്ന സമയത്ത്, ഞാൻ ഇമോഷണലി ഭയങ്കര വിഷയത്തിൽ നിൽക്കുന്ന സമയത്ത് ആളുകളൊക്കെ എന്താ വെച്ചാൽ പലപ്പോഴും എൻ്റെ ഇത് മാറി നിൽക്കാനൊക്കെ ശ്രമിക്കും. അപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന വിരലിലുണ്ടാവുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളെക്കുറിച്ച് ഞാൻ സക്സസ്ഫുൾ ആകുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് സംസാരിക്കണമെന്നും പേരെടുത്ത് പറയണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ എനിക്കുണ്ട്, വിരലിലുണ്ടാവുന്ന സുഹൃത്തുക്കൾ. പക്ഷേ അവർക്ക് അവരുടേതായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ചില കാര്യത്തിലൊക്കെ പെട്ടുപോയി എന്ന് തോന്നുന്ന സമയത്ത് അവർക്കൊന്നും ഇടപെടാൻ പറ്റാണ്ടിരിക്കുക അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. അവർക്ക് നല്ല സ്നേഹമുണ്ട്, ആ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് ഇതുകൊണ്ട് പലപ്പോഴും വിഷയമാണ്. ഇവരൊക്കെ എന്നെ തെറി വിളിക്കും, എന്താണ് കാണിച്ചുകൊണ്ടിരിക്കണത്, അല്ലെങ്കിൽ അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ ചെയ്യാണ്ടിരിക്കണത്, തൊണ്ടയിലെന്ത് പറ്റി, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അതുപോലെ ഞാൻ സ്കൂൾ ടൈം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്, എടാ തൊണ്ടയ്ക്ക് എന്താ പറ്റിയത്, വളരെ യുണീക്കാണ്, ജീവിക്കാൻ ഭയങ്കര പാടായിരിക്കും, പക്ഷേ ഒരുപാട് സക്സസ്ഫുൾ ആയിരിക്കും, എഴുതുകയാണെങ്കിലും ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും, ആളുകളെ ഒരുപാട് സ്വാധീനിക്കാൻ പറ്റുന്ന എഴുത്തുകളുണ്ടായിരിക്കും, സിനിമ ചെയ്യുകയാണെങ്കിൽ ആളുകളെ ഒരുപാട് സ്വാധീനിക്കാൻ പറ്റുന്ന സിനിമകൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ മോട്ടിവേഷണൽ ടോക്സ് എനിക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ. ഞാനതാണ് ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഞാനൊരു 10 കൊല്ലത്തെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് 10 കൊല്ലം പഠിപ്പിച്ചുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്, PSC കോച്ചിങ് സെൻറ്ററുകളിലും 10ാം ക്ലാസ്സുകാർക്കൊക്കെ ആയിട്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഞാൻ മുമ്പേ നല്ല അധികം വർഷങ്ങളായിട്ടില്ല, എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടിയായിരുന്നു. ടീച്ച് ഫോർ ഇന്ത്യ അല്ലേ, ടീച്ച് ഫോർ ഇന്ത്യയുടെ ഇൻ്റർവ്യൂ, അതേപോലെ ഭൂമി ഫെലോഷിപ്പിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ ഭൂമി ഫെലോഷിപ്പിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ പോയാൽ മതിയായിരുന്നു, അത് കയ്യിൽ കിട്ടി എന്നുള്ളൊരു സമയത്ത് ഞാനത് പോകാണ്ട് ഇവിടെ നിന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ. അതെൻ്റെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ച് കേസ്. അത് ഞാൻ വേറൊരു കാരണം കൊണ്ടാണ് ചെയ്തത്. അതായത് എനിക്കൊരാൾ ഇഷ്ടമായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ച് അയാൾക്കൊരു ഇമോഷണൽ കമ്പാനിയനായിട്ട് എനിക്ക് തൊട്ടപ്പുറത്ത് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവണം എന്നൊക്കെ സംഗതി. പിന്നീട് എനിക്ക് മനസ്സിലായത് അവർക്ക് നമ്മളോട് അങ്ങനെയൊരു സംഗതി ഇല്ല. അവർ ആ ഒരു സ്റ്റേജിൽ നമ്മളോട് ഇടപെട്ടതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടോ നമ്മളിത് ഇടപെട്ടൊക്കെയാണ്. പക്ഷേ അവരൊരിക്കലും ഈ പറഞ്ഞ പോലെ നമ്മളെ കുഴിയിലാക്കണമെന്നോ അല്ലെങ്കിൽ നമുക്കിട്ടൊരു പണി തരണം വിചാരിച്ച് ചെയ്തതല്ല. അതെനിക്ക് പിന്നീട് മനസ്സിലായത്.
പക്ഷേ ഞാൻ ആലോചിച്ചതേ ഒരു പക്ഷേ ഞാൻ ചിന്തിച്ചു കൂട്ടുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം. അതായത് നമ്മളോട് ആളുകൾ എങ്ങനെ ഇടപെടണോ അതേ ലെവലിൽ നിൽക്കാനും അക്നോളജ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തന്നൊരു സാധനം, ഇഫ് യു ആർ യുണീക്ക്, നിങ്ങളതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൈഫിൽ സക്സസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൈസ്, ഒരുപാട് പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ സാധിക്കും സമൂഹത്തെ. നമുക്കും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ചില സമയത്ത് അത് പെട്ടുപോകും. ആ പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ നമ്മൾ അങ്ങനെ ചെയ്താൽ ശരിയാവൂല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ശരിയാവൂല, തോട്ടിൻ്റെ മുകളിൽ തോട്ട്, അപ്പോൾ നമ്മളൊരു ആക്ഷൻ എടുക്കൂല. അപ്പോൾ ടൈം ഇങ്ങനെ പോകും. അങ്ങനെ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിനെ തന്നെ വലിയ രീതി തകർക്കുന്ന രീതിയിൽ, എൻ്റെ സമാധാനം മൊത്തം തകർക്കുന്ന രീതിയിൽ, അതേപോലെ എനിക്കത്രയും ക്ലോസ് സർക്കിളുള്ള ആളുകളുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ കുറേ അനുഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വളരെ സ്ട്രഗിളിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ കമൻറ്റുകളായിട്ടും, അതേപോലെ എൻ്റെ എഴുത്തുകൾ വായിച്ച ആളുകളുടെ റെസ്പോൺസായിട്ടും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയില്ലേ, ഇപ്പോൾ ക്വോറ ആപ്പിൽ നമ്മൾ ചില സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളോട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കിപ്പോൾ അതേപോലെ ഫോണിൽ പലരും വിളിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയും. ഇപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി, അപ്പോൾ ആ സമയത്ത് അവർക്ക് ഒരാളോട് സംസാരിക്കണം, അവരെ ഇമോഷണലായ ഒരു സംഗതി ചാനലൈസ് ചെയ്ത് വേറെ ആളോട് സംസാരിക്കണം, അങ്ങനെ അവർക്കൊന്ന് റിഫ്ലക്ഷൻ സംഭവിക്കണം. അങ്ങനെയൊക്കെ ഞാൻ കേൾക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഇവർ വളരെ പോസിറ്റീവായിട്ട് നമ്മളെന്തോ വലിയ ദൈവമാണെന്നോ അല്ലെങ്കിൽ വളരെ ഡിഫറെൻ്റായ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഞാൻ ആലോചിക്കണം, ഇങ്ങനെയുള്ളൊരു മനുഷ്യന് ഒന്നാമത്തെ കാര്യം ഞാനത് കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു അഹങ്കാരം, സന്തോഷം, ഒപ്പം ഒരു വൈകാരികമായിട്ടുള്ള ഒരു സംഭവം, കണ്ണ് നിറയണം, മനസ്സ് നിറയണ ഒരു സംഭവമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ ആലോചിക്കണം, പ്രാക്ടിക്കൽ ലൈഫിൽ വേണ്ട സ്കിൽസ് എനിക്കില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നല്ല മൂഡിലാണെന്നൊക്കെ ഭയങ്കര തഗ്ഗായിട്ടും അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ പലപ്പോഴും സംഭവിക്കില്ല. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പോൾ പിള്ളേരെ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ അതുപോലെ ഒരാളെ ഞാനിവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം പെട്ടെന്ന്. അതേപോലെ തന്നെ എവിടെ ചെയ്താലും അതേപോലെ എന്താ ഞാനതിന് പറയാം. അപ്പോൾ എനിക്ക് പല ആളുകളും, ഇപ്പോൾ ഞാൻ ഏറ്റവും പോയി കേൾക്കുന്ന സമയത്ത് ഈ MBTI സൈക്കോളജിയിൽ അതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എന്താ പറയുക, ബ്രോ അങ്ങനത്തെ സംഗതികൾ ചെയ്യുന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ആളുകളൊക്കെ വന്നിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടാണ് അവരിങ്ങനെ ഓരോ സജഷൻസൊക്കെ പറഞ്ഞത്. അതുപോലെ ധ്രുവരതി ചെയ്യുന്ന വീഡിയോസിന് പോലുള്ള ആ രീതി അങ്ങനെയൊക്കെ ചെയ്യുക, കാര്യമായിട്ട് പണിയെടുത്തിട്ട് വീഡിയോസ് ചെയ്യുക എന്നൊക്കെ ഒരു സംഗതി. അപ്പോൾ ഞാൻ ആലോചിച്ച്, എനിക്ക് സംഭവം എന്താ വെച്ചാൽ, ഒരു എന്താ ഇതിന് പറയുക, നമ്മളായിട്ട് നിൽക്കുക, റോ ആയിട്ട് നിൽക്കുക, അങ്ങനെ ഒരു സംഭവം, നമ്മളായിട്ട് നിൽക്കുക ഒരു സംഗതിയിലും ഉണ്ട്. അപ്പോൾ പക്ഷേ ചില സമയത്ത് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിക്കും, എന്തുകൊണ്ടാണ് അവസരങ്ങൾ കളഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ലൈഫ് മാറിയിട്ടുണ്ടാവുകയാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പിനെ, അതാണ് ഇതിൻ്റെ ഒരു കാര്യം. എനിക്ക് ഡിഗ്രി സമയത്ത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പൊക്കെ ഒരാവശ്യമില്ലാണ്ട് വേറൊരാൾക്ക് വിട്ടുകൊടുക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു എനിക്കത്. പക്ഷേ ഞാൻ അപ്പോഴും ആലോചിച്ച്, അതന്നെ അതൊരു കോംപ്ലക്സിൻ്റെ അഹങ്കാരത്തിൻ്റെ ഭാഗമാണ് തോന്നുന്നു. വേറൊരാൾക്ക്, അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ, അതായത് അവിടെ ഒരു ബ്രേക്കപ്പ് ആയിട്ട് വന്നിട്ട് നമ്മളടുത്ത് കമ്പനി ആയതാണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അപ്പോഴും ആലോചിച്ച് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കും, എനിക്കൊരു പക്ഷേ അങ്ങനെ എന്നേക്കാൾ ബെറ്ററായ ആളാണ് അയാൾ എന്നുള്ള സാധനം, ഇതൊരു കോംപ്ലക്സ് ആണ് തോന്നുന്നത് കേസ്. ഒപ്പം ഒരു ഈഗോയും, അതായത് ഞാൻ കാരണം ഒരാളുടെ ലൈഫ് അടിപൊളിയാക്കില്ല എന്നതായിരിക്കും ഒരു പക്ഷേ. അത് പറഞ്ഞപ്പോഴാണ് ചേതൻ ഭഗത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, 2 സ്റ്റേറ്റ്സോ അങ്ങനെ എന്തോ ഒരു സംഭവം, ഒരുത്തുണ്ട്, 2 സുഹൃത്തുക്കളാണ്. അപ്പോൾ ഒരുത്തിക്ക് ഇവന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇവൻ എഴുത്തുകാരനായി മാറും ഭാവിയിൽ. ഇവൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പെണ്ണിനെ മറ്റോന്, അവൻ്റെ അടുത്ത സുഹൃത്തില്ലേ, അവന് ഇവളെ ഇഷ്ടമാണ്, ഇവൾക്ക് അവന് ഇഷ്ടമാണ്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റേ ആളൊരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ അവൻ്റെ ഒരു കരിയറിന് ഇവൾ ഒരുപാട് ഗുണം ചെയ്യും, ഇവളും ഹാപ്പി ആയിട്ട് ജീവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മനഃപൂർവ്വം വേറൊരു റീസൺ ഉണ്ടാക്കും. ഇവന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ അവളുടെ മുന്നിൽ ഫേക്കായിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കും. ശരിക്കും അവൻ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അവൾ ഇവനെ വെറുക്കും, എന്നിട്ട് മറ്റവനോട് കമ്പനിയും, അവർ അടിപൊളിയായിട്ട് ജീവിക്കും. എന്നിട്ട് ചേതൻ ഭഗത്ത് ഈ റൈറ്ററിനെ പിന്നീട് കാണുന്നതാണ്, ഇവനോട് സംസാരിച്ച ഡീറ്റെയിൽസ് ആ പെണ്ണിനെ കാണും. ആ ഒരു ഹോട്ടലിൽ എന്തോ റിസപ്ഷനിസ്റ്റ് എന്തായിരിക്കും മൂപ്പത്തിയേര്, ഭയങ്കര ജോളിയായിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൂപ്പത്തിയേര്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു നോവലിൻ്റെ കഥ ത്രെഡ് എങ്ങനെ പോണത്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് രാത്രി ഇങ്ങനെ കരഞ്ഞു കേസ്. അതുപോലെ എൻ്റെ ബന്ധങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതി ഇതാണ്. അപ്പോൾ ഞാനിവിടെ ആലോചിച്ചു, ഇതൊരു സേവിയർ കോംപ്ലക്സ് ആയിരിക്കും ഒരു പക്ഷേ, അല്ലേ, ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഗതി എന്താ വെച്ചാൽ, എൻ്റെ ലൈഫിൽ പലപ്പോഴും തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പിടിച്ച് വെക്കും തോറും കയ്യിൽ നിന്ന് പോവും. അപ്പോൾ അവർക്ക് എന്താണ് കൊണ്ട് അവരായിട്ട് ഇരിക്കട്ടെ, അവരുടേതായ കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ളത് ഉണ്ടാകുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ മനുഷ്യനല്ലേ.
അപ്പോൾ എനിക്ക് ചില പൊസസീവ്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ പൊസസീവ്നെസ് ഉണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്. പക്ഷേ അപ്പോഴും എനിക്കത്, ഞാനിപ്പോൾ പറയുമ്പോൾ അത് ഇമോഷണൽ ആവുന്നുണ്ട് ഗൈസ്. ഞാനിപ്പോൾ ഏതൊരു ഇത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര വിഷയമാണ്. ഞാനൊരു ഹാർട്ട് ബ്രേക്കിൻ്റെ ഒരു സംഗതിയിലാണ്. ഞാനതിങ്ങനെ ഇങ്ങനെ അതിജീവിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് നമ്മുടെ മണ്ടയിൽ അടിക്കുമ്പോഴുള്ള ഒരു വിഷയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സംഗതി, എനിക്ക് വളരെ മെച്യൂർഡായ ആളുകളെ എന്താ പറയുക, എന്തെങ്കിലും ജീവിതത്തിൽ കാണുന്നു, ജീവിതത്തിൽ കുറേ പെയിൻ അനുഭവിച്ച ആളുകളെ എനിക്കത് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്നു. കാരണം ഞാനൊരു ഫീലിംഗ് ടൈപ്പാണ്. എനിക്ക് പെട്ടെന്ന് എമ്പത്തറ്റിക്കാണ്. ഇപ്പോൾ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ കോൺഫിഡൻസ് കുറവാണ്. പക്ഷേ ചില സമയത്ത് മരണ കോൺഫിഡൻസാണ്. അതിൽ അഡ്വഞ്ചറസ് ആണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് പ്രാക്ടിക്കലി ബോധമില്ലാണ്ട് അഡ്വഞ്ചറസ് ആവും. അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. മൂക്ക് കുത്തി വീഴുമ്പോഴാണ് പലത് ആലോചിക്കുക, അയ്യോ അത് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നില്ലേ എന്നൊക്കെ. അപ്പോൾ ഞാനിവിടെ ആലോചിച്ചത്, എൻ്റെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് എനിക്ക് പലപ്പോഴും തിരിച്ചറിയില്ല. അതേപോലെ നിസാര കാര്യങ്ങളൊക്കെയാണ്, അത് അങ്ങനെ ചെയ്താൽ മതി, പക്ഷേ ഞാൻ ചെയ്യൂല. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്താ, കാരണം അതൊരു തരം നേടിയെടുക്കണ പോലെ സംഭവമാവില്ലേ എന്നൊക്കെ സംഗതി. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ലൈഫിൽ സക്സസ്ഫുൾ ആവണം, ലൈഫിൽ നിങ്ങൾ അത് ചെയ്യണം, ഞാൻ ചെയ്ത് അടിപൊളിയായിരിക്കും എന്നൊക്കെ. അതുപോലെ എനിക്ക് തോന്നുന്നത് എൻ്റെ ലിറ്ററേച്ചർ, എൻ്റെ ഫീൽഡ് ലിറ്ററേച്ചറാണ്. ഒരു പക്ഷേ അതുകൊണ്ടാണോ ആർട്ട് മേഖലയിലുള്ളതുകൊണ്ടാണോ അത് ഇങ്ങനെ സംഭവിക്കുന്നത്. എനിക്ക് മുമ്പേ തെറിയൊക്കെ പറയാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ കുത്തിയിരുന്ന് എഴുതിയിട്ടുണ്ട് ഒരു A4 ഷീറ്റിൽ തെറികളൊക്കെ മൊത്തം. എന്നിട്ട് അത് പലതും കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്. ആരെങ്കിലും തെറി വിളിക്കുമ്പോൾ തിരിച്ച് തെറി വിളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ഒരുത്തൻ പറഞ്ഞ കാര്യമാണ്, മനുഷ്യന് ഈഗോ വേണടാ, നീ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നു, എന്നാൽ പെട്ടെന്ന് എനിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുമെന്ന്. അതുപോലെ പ്രാക്ടിക്കൽ ലൈഫ് ഇത്ര ബുദ്ധിമുട്ട് നിറഞ്ഞതൊന്നല്ല. നീ എന്താ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണത്? നീ സിമ്പിൾ സാധനങ്ങൾ ചെയ്താൽ മതി, വലിയ രീതിയിലൊന്നും ചിന്തിക്കേണ്ടത്. അതായത് ഒരു കുഞ്ഞൊരു കാര്യത്തെ വലിയ രീതിയിൽ ചിന്തിച്ച് കൂട്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ പലരും പറയുന്നത് വെച്ചാൽ പല ബന്ധങ്ങളും ട്രാൻസാക്ഷനിലാണ്, നീ അത് വെറുതെ ഫിലോസഫി അതിൽ കൊടുക്കല്ലേ എന്ന്. പക്ഷേ ഞാൻ പലപ്പോഴും അയക്കുന്നത്, ഇപ്പോൾ ഒരു ലൈഫിൽ അടിപൊളിയാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഹാപ്പിയായിട്ട് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തിട്ട് അതിന് ശേഷം ആ റിലേഷൻഷിപ്പിൽ പൊട്ടിപ്പൊളിഞ്ഞ് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് ആളുകളൊക്കെ എന്നോട് കണക്റ്റായിട്ട് അത് ഭയങ്കര സെറ്റായിട്ട് കമ്പനിയായിട്ടൊക്കെ നിന്നിട്ട്, ഞാൻ റിലേഷൻഷിപ്പ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഭയങ്കര ഫ്രണ്ട്സായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ പണി നോക്കി അവരാണ് പോകും. പിന്നെ അവർ ചോദിക്കണ ഒരു കാര്യം തന്നെ, എന്താണ് ഇപ്പോൾ ഒരു മൈൻഡും ഇല്ലല്ലോ, എവിടെയാണ് നമ്മൾ വേറെ എന്തെങ്കിലും പൊട്ടിപ്പൊളി നിൽക്കുന്ന സമയത്ത് അവരെ നമ്മൾ കെയർ ചെയ്യണില്ല, കൺസിഡർ ചെയ്യണില്ല എന്നൊക്കെയാണ് അവരുടെ പലരുടെയും പരാതി. ഇങ്ങനൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് ഞാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അതെ, എനിക്ക് പല കമൻറ്റുകളും വരുന്ന തെറിവിളിയൊക്കെ കേൾക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും കുറച്ച് ജെന്യൂനായ ആളുകൾ എൻ്റെ ഇതിലുണ്ട് തോന്നുന്നു കേസ്. എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് യൂട്യൂബിൽ കമൻറ്റുകളിലൊക്കെ വരുന്നതിലേക്ക് എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് അവർ പറയണ സംഗതി, യു ഹാവ് ബ്രൈറ്റ് ഫ്യൂച്ചർ, അതേപോലെ തന്നെ യുവർ തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് ആർ റിയലി യുണീക്ക്, ഡിഫറെൻറ്റ്, സൂപ്പർ, യു ഡിസേർവ് മോർ വ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് വോയേജർ എന്ന പേരുള്ള ഒക്കെ മനുഷ്യനാണോ മനുഷ്യത്തിയാണോ ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല. എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലാവും സംഭവം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണ് ഒരു ലൈഫിൻ്റെ ഒരു സംഭവം എന്നൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേ, ഞാൻ ആലോചിക്കുമ്പോൾ മരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ഇട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പോഴും കൺഫ്യൂസ്ഡാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ബഷീറിനൊക്കെ അവസാനം പ്രാന്തായി. ബഷീർ എവിടെ കിടക്കണം, ഞാനെവിടെ കിടക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ എഴുത്തുകൾ പലതും അങ്ങനെയുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു സൈഡുള്ള സാധനങ്ങളാണ്. കുറേ എഴുത്തുകൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ. എൻ്റെ എഴുത്തുകൾ വായിച്ച് എനിക്ക് മനസ്സിലാവും. എൻ്റെ ബുക്കിൻ്റെ പ്രൊമോഷൻ കൂടി ആയിരിക്കും ഒരു പക്ഷേ ഞാൻ ഇതിലൂടെ വിചാരിക്കുന്നതൊക്കെ അറിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, യുണീക്കായി പോകുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. നമ്മളൊരു ക്രൗഡിനെ ഫോളോ ചെയ്യാണ്ട് മാറിയിരിക്കുമ്പോഴേ, ഇപ്പോൾ എൻ്റെ എഴുത്തുകളിലൊക്കെ വളരെ വ്യത്യസ്തമായ സാധനങ്ങളാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഇപ്പോൾ എൻ്റെ അവസാനം ഞാൻ ഇറക്കിയുള്ള ഒരു സാധനം, എനിക്കത് എന്താ ചെയ്യേണ്ടത് തന്നെ പറയില്ല. കാരണം അതിൻ്റെ സംഭവം എങ്ങനെയാണ്, എൻ്റെ കൈപ്പടയിൽ ഞാനൊരു വളരെ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ഡിഫറൻ്റായ രീതിയിലുള്ള ഒരു സാധനം എഴുതിയെടുക്കുക. അത് ആ സാഹിത്യത്തിൻ്റെ ലോകത്തിന് തന്നെ എൻറിച്ച് ചെയ്യുന്ന ഒരു സാധനമാണത്. പക്ഷേ അത് ഞാൻ എന്താ ചെയ്യുക, എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുക? അല്ലെങ്കിൽ നമ്മളറിയില്ല, നമ്മൾ ഒരു കമ്മ്യൂണിറ്റി, നമ്മളെ ഡിസേർവ് ചെയ്യുന്ന, നമ്മളെ ആ ഒരു സംഗതിയുടെ വാല്യൂ മനസ്സിലാക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് കാര്യമുള്ളൂ തോന്നുന്നു കേസ്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്, എനിക്ക് സെറ്റാവുന്ന ആളുകളൊക്കെ ഇന്ന് എനിക്ക് തോന്നിയ ആളുകളില്ലേ പലപ്പോഴും, പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പിലൊക്കെ വരുമ്പോൾ അവർ ലൈഫിൽ കുറേ ടോക്സിക് സാധനങ്ങൾ അതും ഇതൊക്കെ അനുഭവിച്ചിട്ട് പ്രാന്തായിട്ട് അവർക്ക് ജീവിതത്തെക്കുറിച്ച് തന്നെ, അതായത് ട്രാൻസാക്ഷനിലാണ് ലൈഫ്, ഇതിലങ്ങനെ ഫിലോസഫിക്കലായ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കും എൻ്റെ അടുത്ത് വരുന്നുണ്ടാവുക. അപ്പം ഞാൻ ഇത് കണക്റ്റാവുകയും ചെയ്യും, എന്നത് എന്ത് ചെയ്യണം എന്നറിയില്ല. ഇതിലൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു എമ്പത്തറ്റിക്കായ ഒരു സംഗതി അല്ല വേണ്ടത്, അല്ലെങ്കിൽ യു ഡിസേർവ് ബെറ്റർ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അങ്ങനെയൊക്കെ പറയും. ഞാൻ നിൽക്കുന്നത് വാട്ട് ഡസ് ഇറ്റ് മീൻ? അതൊരു തരം തേപ്പാണോ? അല്ലെങ്കിൽ
ഞാൻ വെറുതെ ചിന്തിച്ച് കൂട്ടിയതിൻ്റെ വിഷയമാണോ? അവർക്ക് എന്നോട് അങ്ങനെയൊന്നും ഇല്ലേ? അല്ലെങ്കിൽ അവർ അവരെന്നെ ഒരു ബ്രിഡ്ജായിട്ടാണ് എടുക്കുന്നത്, ഒരു പാലം. അതായത് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകണം, അതിന് ഒരു പുഴ കടക്കണം വിചാരിക്കുക. അവർ ഈ തീരത്താണ്, അപ്പുറത്തെ തീരത്തേക്ക് പോകാനുള്ള ഒരു ബ്രിഡ്ജാണോ ഞാൻ? അതോ ഞാനൊരു ഡോർമാറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ്, അതിൽ ഞാനൊരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഇതാണ് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, യു ആർ യുണീക്ക് യുണീക്ക് യുണീക്ക്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ പോകുന്ന പാതകൾ ഭയങ്കര ഡേഞ്ചറസ് ആയ സംഗതികൾ. ഞാൻ പോയിട്ട് അബദ്ധത്തിൽ പോയി ചാടുമ്പോൾ അത് എൻ്റെ കൂടെയുള്ള ആളുകളുടെ ജീവിതത്തിനെ അത് ബാധിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ, പക്വത ഇല്ലയെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ കുറേ പലതരത്തിലുള്ള സംഭവങ്ങൾ. എന്തായാലും യുണീക്ക് ആണ് എന്ന് ആളുകൾ പറയുന്നുണ്ട്, എനിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് മൈൻഡ് ബ്ലാങ്ക് ആയിട്ട് ഒന്നും വർക്ക് ചെയ്യില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് പറയാനുള്ള സംഭവമാണ്, നിങ്ങളൊരു ക്രൗഡിൽ നിന്ന് ഡിഫറൻ്റ് ആണ് തോന്നുമ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു പാരയും ആവാം, വലിയൊരു ഓപ്പർച്യൂണിറ്റി, വലിയൊരു അവസരവും ആവാം. അപ്പോൾ പ്രാക്ടിക്കലി നിലത്ത് നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നൊരു സംഭവമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത്, എനിക്ക് പലപ്പോഴും ഇപ്പോൾ ഞാൻ INFP, ഇൻട്രോവേർട്ടഡ് ഇൻഡ്യൂറ്റീവ് ഫീലിംഗ് ടൈപ്പ്, അങ്ങനൊരു മനുഷ്യനാണ്. പ്രൊക്രാസ്റ്റിനേഷൻ നല്ല രീതിയിലുണ്ട്. ചില സമയത്ത് പൊരിഞ്ഞിട്ട് പെട്ടെന്ന് അവസാന നിമിഷത്തിൽ പലതൊക്കെ ചെയ്യുക, ഭയങ്കര സ്ട്രെസ്സും ഉണ്ടാവും. അപ്പോൾ ഞാൻ ആലോചിക്കണത്, ഇതൊക്കെ എൻ്റെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. അത് ഞാൻ നോക്കിയപ്പോൾ 8 വിങ് 9 എന്നൊരു സാധനം വന്ന് എനിയഗ്രാം നോക്കിയപ്പോൾ, ഇപ്പോൾ സൈക്കോളജിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ പെട്ടെന്ന് കണക്റ്റ് ആകും തോന്നുന്നു. അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആണെന്നും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എനിക്കതെല്ലാം കൂടി ഭയങ്കരമായിട്ട് ഇഫ് യു ആർ യുണീക്ക് ബി സേഫ്. എനിക്ക് നിങ്ങളുടെ അതാ പറയാനുള്ളത്. നിങ്ങളുടെ കൂടെയുള്ളവരും സേഫ് ആക്കുക, അബദ്ധങ്ങളിൽ വല്ലാണ്ട് പോയി ചാടാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ പല സക്സസ്ഫുൾ ആയ ആളുകൾക്ക് ഒറിജിനലായിട്ടുള്ള തോട്ട് ഉണ്ടായിരുന്നു, വളരെ ഡിഫറൻ്റായ രീതിയിലാണ് അവർ പെരുമാറിയെന്ന്, ഇടപഴകിയെന്നൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കണത്, ഈ ഒരു സ്റ്റേജിൽ ഭയങ്കര പേടിയാണ്, പേടി പിടിച്ചിട്ടേ. പക്ഷെ എന്താ ചെയ്യത്? എന്തായാലും ഇഫ് യു ആർ യുണീക്ക്, എനിക്ക് ഇത് പറയാനുള്ളത്, ഹാർട്ട് ബ്രോക്കൺ ആവരുത് ദയവ് ചെയ്തിട്ട്. എനിക്ക് ഇത് പറയാനുള്ളത്, ഞാൻ എൻ്റെ പേഴ്സണൽ അബദ്ധങ്ങളിൽ നിന്നും കുറച്ച് പോസിറ്റീവായ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് പറയണം. സ്കോപ്പ് ഉണ്ടായിരിക്കും അല്ലേ, ഭാവിയിൽ ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളവിടെ എത്തിപ്പെടാൻ ഭയങ്കര പാടായിരിക്കും. ഒരു പക്ഷേ നമ്മളെ ഡിസേർവ് ചെയ്യുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ വാല്യൂ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എത്തിപ്പെടാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം ഒരു പക്ഷേ അനുഭവിക്കുന്നതെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും അങ്ങനെ. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് ഒരാളെ മുഴുവനായിട്ട് കുറ്റപ്പെടുത്താൻ പലപ്പോഴും തോന്നില്ല. മനഃപൂർവ്വം കോൺഷ്യസായി എഫേർട്ട് എടുത്തിട്ടാണ് ഇന്ന ആൾ വെറുപ്പീരാണ് എന്നൊക്കെ പറയണത്. അപ്പോൾ ഞാൻ മുമ്പ് അങ്ങനെയൊന്നും പറയില്ലായിരുന്നു, ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധമുണ്ട്, എന്താണ് സംഭവം എന്നൊക്കെ. അപ്പോൾ യൂട്യൂബ് വഴി എനിക്കുണ്ടായ മാറ്റങ്ങളിൽ ഒന്ന് ഇതാണ് കേസ്. ഞാൻ കുറച്ചുകൂടി എക്സ്പ്രസീവായി കാര്യങ്ങൾ തോന്നുന്നു. അത് ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്, പലപ്പോഴും ഭയങ്കര ഡൗൺ ആവുകയും ചെയ്യും പെട്ടെന്ന്. അപ്പോൾ എനിക്കൊരു ബാലൻസ് കിട്ടാത്തതിൻ്റെ ഭയങ്കര വിഷയമുണ്ട്. ഒരാളോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ വലിയൊരു പ്രശ്നം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ വേറൊരാൾക്ക് മുമ്പ് എന്തൊക്കെയാണ് പറയുന്നത്, ഇതിലൊന്നും കാര്യമില്ലാത്തത് എന്നൊക്കെ, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ പറയും ആളുകൾ. അപ്പോൾ എനിക്ക് അങ്ങനെ സംസാരിക്കാനും തോന്നില്ല, എന്നത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, എൻ്റെ മാരീഡ് ലൈഫൊക്കെ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമാവും തോന്നുന്നു ഗൈസ്. അപ്പോൾ ഭയങ്കര പേടിയാണ്, ഒരാളോട് റിലേഷൻഷിപ്പിലാവാൻ ഇപ്പോൾ പേടിയാണ്, ഒരാളോട് സംസാരിക്കാനും പേടിയാണ്, ഭയങ്കര പേടിയാണ് മൊത്തത്തിൽ. എന്നാൽ ഭയങ്കരമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുണ്ട്, എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ വൃത്തിമെടുപ്പിലാവണമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നൊരു സംഗതി ഇതാണ്, നമ്മൾ ഇടപെടുന്ന മേഖലയിൽ നമ്മുടേതായ യൂണീക്കായിട്ടുള്ളൊരു സാധനം നമ്മൾ വെക്കുന്നുണ്ടായിരിക്കും, നമ്മൾ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഗൈസ്. അതോ ഭയങ്കര ഇൻസഫിഷ്യൻ്റാണ് ഞാൻ എന്നുള്ളൊരു സാധനത്തിനെ കവർ ചെയ്തുകൊണ്ടാണോ ഞാൻ സംസാരിക്കണമെന്ന് അറിയില്ല. എന്തായാലും ആളുകൾക്കൊക്കെ പോസിറ്റീവും നെഗറ്റീവും വീക്ക്നെസ്സും പ്ലസ് പോയിൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുണ്ട് മൈൻഡിൽ. റിയലി കൺഫ്യൂസ്ഡ്, എവിടെ പിടിക്കണം എന്ന് ഇപ്പോഴും മനസ്സിലാവണില്ല. അപ്പോൾ ഞാനിത് പറയുന്നത് ആർക്കെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് കണക്റ്റ് ആവുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. 24 മിനിറ്റായി വീഡിയോ. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രം, അത് ക്രിഞ്ചായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ബൈ.